അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ കമ്പനിയുടെ ഓണർ, അതായത് ഈ ചാനലിൻ്റെ ഓണർ ഇല്ല. സോ ഞങ്ങളായിട്ടൊന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതെ, ഋഷൻ രാജ് ഫാൻസ് വിഷമമുണ്ടായിരിക്കും, നീലമുക്ക് അവർക്ക് വിഷമമുണ്ടായിരിക്കും. അതെ, നല്ല വിഷമമുണ്ട്, പക്ഷേ ഇത് സഹിച്ചു കേട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് മറ്റേ കരാത്തെ ബാബു എന്ന് പറഞ്ഞ് രവി മോഹൻ്റെ ഒരു പടത്തിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. ഇതുവരെ കണ്ടിട്ടില്ല. സോ കണ്ടു നോക്കിയിട്ട് പറയാം. ഓക്കെ, പെട്ടു. ஊழல்வாதிங்க ஒன்னா சேர்ந்து மைனாரிட்டியை மெஜாரிட்டி ஆக்குனது எங்க தலைவர் இல்ல, மறைஞ்ச உங்க தலைவர் தான். தப்புங்க, இது ரொம்ப தப்புங்க. எங்க தலைவரை நீங்க தப்பா பேசுறீங்களா? அவமானப்படுத்துறீங்களா? அதுவும் மறைஞ்ச முன்னாள் முதலமைச்சரை நீங்க அசிங்கப்படுத்தி கொச்சப்படுத்தி பேசியிருக்கீங்க. ശരത്കുമാർ அரசியல் பண்ணலாம்னு பார்த்தேன். அவங்க என்னப்பா ஆட்சியில் 25 மரம் கிடையாது சொல்லு. இடைத்தேர்தல் வாய்ப்பு பாவை பத்தி தெரியுமா? தெரியும். പുള്ളി ഇപ്പം എല്ലാത്തിലുണ്ട്. നല്ല വിഷ്വൽസ് അല്ലേ? ആ ശരത്കുമാർ സത്കുമാർ അല്ല, ഇത് രവി രവി മോഹൻ. ചെറിയ ഛായ ഉണ്ട്. അത് താടി നരച്ചോണ്ടായിരിക്കും പെട്ടെന്ന്. நான் அரசியலை தொழிலாக்கப்பட்டேன். കരാട്ടെ അതല്ലേ? ഓ, കരാത്തെ. അത് മറ്റേ ஒரு மண்ணு பொம்மை இன்னைக்கு ஒருத்தர் கூட அவங்க எடுத்தாங்க. ஊருக்குள்ள புலி வருவதைக்கும் வேட்டக்காரனை பத்தி தான் அந்த ஊரே பேசும். ஒரு நாள் புலி வரும். ഈ ഇലക്ഷൻ അടുത്തപ്പം ഇലക്ഷൻ ചിത്രങ്ങളുടെ ഒരു കുത്തൊഴുക്ക്. ഇത് ഇലക്ഷനാ അല്ല, രാഷ്ട്രീയ സിനിമകളെ, അതിനിടയ്ക്ക് അടുത്തത് രാഷ്ട്രീയ സിനിമകളെ കുറേ ഇങ്ങനെ. പക്ഷെ ജയം രവിയുടെ ഇപ്പോൾ കരിയർ ഇങ്ങനെ ഷിഫ്റ്റ് ആകുന്ന രസമുണ്ട്. ആക്ടിങ് റോളുകൾ അല്ല, പുള്ളി സ്വന്തമായിട്ട് തുടങ്ങിയ ശേഷം കുറച്ച് നല്ല പുള്ളിയുടെ ഈ പേര് മാറിയില്ലേ, രവി മോഹൻ്റെ പേര് മാറിയ ശേഷം കുറച്ച് നല്ല സെലക്ഷൻസ് ആവുന്നേക്കുന്നത്. മറ്റേ ചോക്ലേറ്റ് ബോയ് ഇമേജിൽ നിന്ന് കുറച്ച് മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ നല്ല ക്ലീൻ ഡയറക്ഷൻ ആൻഡ് ക്ലീൻ വിഷ്വൽസ്, നല്ല രസമുണ്ട് കണ്ടോണ്ടിരിക്കാൻ. ഇപ്പോഴത്തെ ഡയറക്ടർ ഗണേഷ് അല്ലേ, പുള്ളി ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്, ഡാളാന്ന് പേരിൽ, മറ്റേ കവിനെ വെച്ചിട്ട്. അത് ഭയങ്കര കണ്ടില്ല, കണ്ടു നോക്കുക. ഒരു ഡീസൻറ്റ് ഫീൽ ഗുഡ് പടം. മറ്റേ മലയാളത്തിൽ മറ്റേ അപർണ ഇല്ലേ, മറ്റേ നമ്മളെ ദീപകിൻ്റെ വൈഫ് കേട്ടോ, അറിയില്ല, കണ്ടറിയായിരിക്കും. അവരൊക്കെ അഭിനയിച്ചൊരു പടമായിരുന്നു. അതൊരു ഭയങ്കര പക്ക ഒരു ഫാമിലി നീറ്റ് ഫീൽ ഗുഡ് പടമാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടറാണ്. പുള്ളിക്കാരൻ്റെ സെക്കൻഡ് പടമാണെന്ന് തോന്നിയിരിക്കുന്നത്, സെക്കൻഡ് പടമാണെന്ന് തോന്നുന്നത്. പക്ഷെ ഇത് കുറച്ചൊരു ആക്ഷൻ ഓറിയൻറ്റഡാണ്. കരാട്ടെ ബാബു എന്നാണ് കൊടുത്തേക്കുന്നത്. പേരുമായിട്ടുള്ള എലമെന്റ്സ് വളരെ കുറവുണ്ട് ടീസറിൽ. പക്ഷേ അച്ചക്കൊണ്ട് ബസ്സിലെ ഒരു സീനുണ്ട്. എനിക്ക് വിഷ്വൽസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ഡയറക്ഷൻ ആണെങ്കിലും ആ ലാസ്റ്റത്തെ പരിപാടിയുള്ള ഒരുപാട് ബഹളമൊന്നും ഇല്ലാതെ കുറച്ച് അടക്കം ഒതുക്കുള്ള കട്ട്സും ഒക്കെ രസമുണ്ട്. ഒന്നെങ്കിൽ രാഷ്ട്രീയ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കയറാൻ നോക്കിയിട്ട് പുറത്താകുന്ന ആരെങ്കിലും സംതിങ്. കരാത്തെ ബാബു രാഷ്ട്രീയ കൊണ്ടായിരിക്കും, പേര് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വിഷ്വലുമായിട്ട് ചേരാത്തൊരു ഡ്രമാറ്റിക് വിഷ്വൽസും. കരാത്തെ ബാബു കറക്കലണ്ട എന്നുള്ളത്. പിന്നെ തുടക്കം മറ്റേ സഭ കാണിച്ചത് വളരെ എല്ലാവരും മാന്യരായിട്ടിരിക്കുന്ന വളരെ അടക്കം ഒതുക്കുള്ളൊരു സഭ. അത് സിനിമ ഇപ്പം നീറ്റായിരിക്കണമല്ലോ. അതെ, അതുകൊണ്ട് ഇടുന്നു.